മിടുക്കിയെ കാണാനാണ് നമ്മൾ വന്നത്. ആണ് നല്ല പാട്ടുകാരിയാണ് കേട്ടോ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അതാരാന്ന് പറഞ്ഞേ? ഇതാരാ? അച്ഛന്റെ പേരെന്താ? അമ്മയുടെ പേരോ? ടീച്ചറിന്റെ പേരെന്താ? പാട്ട് പാടാൻ ഇഷ്ടമാണോ? ഒത്തിരി പാട്ട് പാടുവോ? നമുക്ക് എന്തെങ്കിലും പാട്ട് പാടിയാലോ? പാട്ട് പാടാ? ഒരു പാട്ട് പാടുവോ? പാട്ട് പാടിത്താണ്. പത്തരമാറ്റിന് തങ്കം കെട്ടി തട്ടാനെ വിളിക്കണം പന്തൂക്കി നോക്കണം തമ്മക്കൊരു തലി തിപ്പിക്കണം അനങ്ങട്ടങ്ങടി നീളെ നടന്നപ്പ പത്തരമാറ്റിന് തങ്കം കിട്ടി തട്ടാനെ വിളിക്കണം പന്തൂക്കി നോക്കണം തത്തമ്മക്കൊരു തലി തിപ്പിക്കണം താലിയം തീർത്ത് ചരടും കാത്തപ്പ സന്ധ്യാവിളക്കിൻ്റെ ശോഭാപനെ കുഞ്ഞാത്തനെ നമ്മുടെ പൊന്നാത്തനെ ഇങ്ങനെ കുഞ്ഞാളെക്കെൻ്റെ വേലാപരം. നല്ല പാട്ടായിരുന്നു കേട്ടോ. ഒത്തിരി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ പാട്ടിന്? സമ്മാനങ്ങളൊക്കെ എവിടെയായിരിക്കുന്നേ? അകത്തുണ്ടോ? കാണിച്ചു തരുമോ എനിക്ക്? ആരോ ഈ പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്? പാട്ട് സ്വയം പഠിക്കുമ്പോള് സ്വയം പാടി പഠിക്കും, കേട്ട് പഠിക്കും. CD അവളെന്നെ വെച്ചിട്ട് അവളെന്നെ പാടി പഠിക്കും. എന്ന് മുതലാ പാട്ട് പാടും എന്നുള്ളൊരു കുട്ടിയിലെ കുഞ്ഞിലേ പഠിക്കും, പാടി തുടങ്ങിയല്ലോ. പാടി തുടങ്ങും. ഒരു 2-3 വയസ്സാകുമ്പോ ഇങ്ങനെ ഓള് ഇങ്ങനെ പാടും, സ്വയം പാടും. അതായത് ഞങ്ങള് തൊട്ടിൽ കിടക്കുമ്പോ തന്നെ ടേപ്പ് റിക്കാർഡൊക്കെ തുറന്നു വെച്ച് കൊടുക്കും കരയാതിരിക്കും. അത് കേട്ട് കേട്ട് പാട്ടിലേക്ക് അങ്ങോട്ട് ഇതായി. അങ്ങനെ പിന്നെ അങ്ങനെ കമിഴ്ന്ന് കിടക്കും. കുറെ ആയപ്പോഴും ഒക്കെ അങ്ങനെ തന്നെ അങ്ങനെ സ്വയം പാടി പഠിച്ചു. 1ാം ക്ലാസ്സിൽ ചേച്ചീനെ 1ാം ക്ലാസ്സിൽ ചേർത്തിയപ്പോ അവള് ചെറുതാ. അന്ന് അങ്ങനെ ഓഗസ്റ്റ് 15-ന് ഞങ്ങള് കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോള് പിന്നെ സ്റ്റേജിൽ കയറി പാടി. അന്ന് തൊട്ട് ഓള് പാട്ടിനേക്കില്ല. അപ്പം പിന്നെ ഞങ്ങൾക്ക് പാട്ട് പഠിപ്പിക്കാനുള്ളൊരു കഴിവൊന്നുമില്ല. മോളെ അച്ഛൻ മാത്രമേ പണിക്ക് പോകുന്നുള്ളൂ. പിന്നെ മോൾക്ക് കുറെ മരുന്ന് വേണം. കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവുണ്ട്, അപസ്മാരത്തിനുണ്ട്. അങ്ങനെ കുറെ മരുന്നുകളൊക്കെ കഴിക്കുന്നോണ്ട് പഠിപ്പിക്കാൻ വിടാൻ പറ്റില്ല. സ്വയം പഠിച്ചു പാടും. എല്ലാ പാട്ടുകളും 1-2-3 പ്രാവശ്യം കേട്ടാ മതി, പിന്നെ പാടിക്കോളും. സുരഭിക്ക് പാട്ട് പഠിക്കാൻ എങ്ങനെയാണ്? കുഞ്ഞിലെ തൊട്ട് പാട്ട് പാടിയിരുന്നു. CD ഒക്കെ ഒരുപാട് മേടിച്ചു കൊടുക്കാറുണ്ടോ പാട്ട് കേൾക്കാനായിട്ട്? അങ്ങനെ കാസറ്റ് ഓള് പറയും പാട്ട് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അവരെ അമ്മാവന്റെ മകണ്ട് ഫാക്ടറിയില് ഓനെ വിളിച്ചു പറയും, ആ പാട്ട് വേണം പ്രവിയേട്ട എനിക്ക് എന്ന് പറഞ്ഞാൽ അവനത് പിടിച്ചു കൊണ്ടേ കൊടുക്കും. അങ്ങനെ പാട്ട് പാടി. പിന്നെ അവനും ഇടയ്ക്ക് ഇതിനൊരു ഒരു പ്രോത്സാഹനമൊക്കെ കൊടുക്കലുണ്ട്. സുരഭിയുടെ ടീച്ചറാണല്ലേ? സുരഭി മിടുക്കിയല്ലേ? കുഴപ്പമൊന്നുമില്ല, നല്ലോണം പാടും. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ തന്നെയാണ് എന്തെങ്കിലൊക്കെ വെട്ടി പൂവൊക്കെ ഉണ്ടാക്കും. പിന്നെ പാട്ട് പാടും. ഇപ്പൊ സുരഭി ഇപ്പം രാവിലെ സ്കൂള് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴാണ് സ്കൂൾ ടൈം ഒക്കെ? സ്കൂൾ ടൈം 10 മണി മുതൽ 3:30 വരെ. വന്നു കഴിഞ്ഞാൽ ക്ലാസ്സിൽ എങ്ങനെ വന്ന് ഇരുന്ന് കുട്ടികളോടായിട്ട് നല്ലൊരു മിംഗ്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ടീച്ചർ വന്ന് പേപ്പർ കൊടുക്കാൻ പറയും, പേപ്പർ കൊടുക്കും. ഇങ്ങനെ വെട്ടി ക്രാഫ്റ്റ് പോലെ ഉണ്ടാക്കും. പിന്നെ അങ്ങനെ ഇരുന്ന് പാട്ട് പാടും. എല്ലാവരും നല്ല ആക്റ്റീവാണ് കുട്ടികളൊക്കെ. ഇവര് എന്തൊക്കെയാ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവിടെ? ഇതൊക്കെ തന്നെയാണ് അവർ ക്രാഫ്റ്റ്, പിന്നെ പാട്ട് പാടാൻ ഓരോ കഴിവുള്ളവരുണ്ട്. ചെണ്ട കൊട്ടാൻ കഴിവുള്ളവരുണ്ട്. പിന്നെ ഒരാളും കൂടെ ഉണ്ട് പാട്ട് പാടുന്നത് പോലെ തന്നെ, വാസു കഴിവുണ്ട്. ഇവർക്ക് ഒരുപാട് വേദിയൊക്കെ കിട്ടുന്നുണ്ട്. ഉണ്ട്. അവരുടേതായ ഒരു ഡേ ഒക്കെ ഉണ്ട്, നെക്സ്റ്റ് ഡേ ഉണ്ട്. പിന്നെ സംസ്ഥാന തലത്തിലുണ്ട്, ജില്ലാ തലത്തിലുണ്ട്. സുരഭി ഇതിൽ ഏതെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? പാട്ട് പാടുന്നുണ്ട്. ഏതെങ്കിലും പ്രൈസ് കാര്യങ്ങളൊക്കെ സ്കൂളിന്റെ കൊടുക്കലുണ്ട്. പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കലുണ്ട്. ഇവർക്ക് ഈ കലോത്സവം പോലുള്ള അതാണ് ജില്ലാ തലത്തില് സംസ്ഥാന തലത്തിലൊക്കെ ഉള്ള കലോത്സവം പോയിട്ടുണ്ട്. തൃശ്ശൂര് മണ്ണുത്തിന്റെ ഇതില് പോയിട്ടുണ്ട്. അന്ന് ഫസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് പാട്ട് പാടാൻ. ആരുടെ പാട്ടാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? കലാഭവമണിന്റെ ആണ്. മണിച്ചേട്ടന്റെ പാട്ടാണ് ഇഷ്ടം. പിന്നെ മോഹൻലാലിന്റെ പാടും എല്ലാവർക്കും പാടും. ഒരുവിധം പാട്ടുകളൊക്കെ ഇഷ്ടാണ്. അപ്പൊ അതിങ്ങനെ ഞങ്ങൾക്ക് പിടിപ്പിച്ച് കൊണ്ടു കൊടുക്കാനുള്ള ഒരു ഇതില്ല. അങ്ങനെ കേട്ട് പഠിക്കും. ടിവിയിൽ വരുമ്പോ പിന്നെ
അതിൽ നോക്കി കുറെ പാടി നോക്കും. പിന്നെ ആ പാട്ട് എനിക്ക് വേണമെന്ന് പറയാം, അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. എന്റെ സുരഭി പാട്ടിന് 3rd പ്രൈസ് കിട്ടിയ ഒരു കഥ പറഞ്ഞു. കഥ അത് അന്ന് ഇത് ഉണ്ടായില്ലേ, കോവിഡ് ഉണ്ടായില്ലേ, അത് 2-3 മാസം വീട്ടിലായിരുന്നല്ലോ. പിന്നെ അന്ന് സ്കൂള് തുറന്ന് ബഡ്സ് കലോത്സവം തുടങ്ങി. അപ്പോ പിന്നെ മൂപ്പത്തിക്ക് പാടാനുള്ള ഒരു ഇത് കിട്ടിയില്ലല്ലോ, ചാൻസ്. പെട്ടെന്നാണ് ഒരു വിളിച്ചു പറഞ്ഞത്. അപ്പൊ 2-3 ദിവസം കൊണ്ട് ഓൾക്കൊരു പാട്ട് ഇങ്ങനെ പഠിച്ചു. അത് പാടി അതില് തേടായിപ്പോയി. കൊറേ കുട്ടികളുണ്ടല്ലോ, തേടായിപ്പോയി. അപ്പൊ മൂപ്പത്തിക്ക് ഒരു വിഷമം. എല്ലാ പ്രാവശ്യവും 1st 2nd ആണ് കിട്ടുക. ഇത് തേടായിപ്പോയി, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ ടീച്ചറും അവരെല്ലാരും വന്ന് കൂട്ടിക്കൊണ്ടുപോയി സമ്മാനം വാങ്ങി. അതിന്റെ ശേഷം പിന്നെ മൂപ്പത്തിക്ക് ഒരു ഇതില്ല, ഇഷ്ടക്കേട് വന്നു. 3rd പ്രൈസ് കിട്ടി, ഞാൻ തോറ്റുപോയി എന്നുള്ളൊരു ഇത് വന്നുപോയി, മൂപ്പത്തിന്റെ മനസ്സിലേക്ക് കടന്നുപോയി. ഇപ്പൊ മത്സരങ്ങൾക്കൊക്കെ പോകണില്ലേ? ഇപ്പൊ മത്സരങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഒരു പ്രാവശ്യം ഇവിടെ പോയില്ലേ, ഇവിടെ അംഗനവാടിന്റെ കീഴിൽ പോയിരുന്നു. എവിടെ, കാപ്പുവയലോ എവിടെ നമ്മള് പോയത്, അവിടെ എവിടെയോ പോയിരുന്നു. അന്ന് സമ്മാനം കിട്ടിയിരുന്നു. ഫസ്റ്റ് തന്നെ ഫസ്റ്റ് മേടിക്കും അല്ലേ? എല്ലാ പാട്ടും പാടി ഫസ്റ്റ് മേടിക്കൂലേ? ആന്ന് പറയടാ. ചന്ദനപ്പൊട്ടിന്റെ പിന്നെ വട്ടം കുറഞ്ഞാലും ചന്തത്തിലൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ചന്ദനപ്പൊട്ടിന്റെ പിന്നെ വട്ടം കുറഞ്ഞാലും ചന്തത്തിലൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ഇന്നെ ഇറക്കാന പൊന്നെ ചന്ദന കട്ടിലുണ്ട്, നിന്നെ കിടത്തി തരട്ടു പാടി മെല്ലെ ഇറക്കാനായി. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിരട്ടു കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ഇതാണ് സുരഭിയുടെ വീട്. സുരഭിക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഇതെല്ലാം സുരഭിക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ചോദിക്കാം സുരഭിയോട് തന്നെ. ഇതൊക്കെ ആർക്ക് കിട്ടിയ സമ്മാനങ്ങളാ? എനിക്ക് കിട്ടിയത്. ആണോ? ഇതൊക്കെ എന്തിനു കിട്ടിയതാന്ന് പറഞ്ഞേ? പാട്ടിന്. ഇതെല്ലാം പാട്ടിനാണോ കിട്ടിയത്? ഇതെപ്പോ കിട്ടിയ സമ്മാനാ? കൊറേ ആയോ കിട്ടിയിട്ട്? ഈ അടുത്ത് കിട്ടിയ സമ്മാനം ഏതാ? ഇത് അടുത്ത് കിട്ടിയ സമ്മാനം ആ ചെറുതുണ്ട്. ഇതല്ലേ ടീച്ചറെ? ഇതല്ലേ? അതല്ല, ബഡ്സ് കലോത്സവത്തിന്റെ ഇത് ഇത് സ്പർശം കലോത്സവം. ഇതാണോ? ഇതാണോ ഈ അടുത്ത് കിട്ടിയത്? പാട്ട് പാടി കിട്ടിയതല്ലേ? ഏത് പാട്ടായിരുന്നു പാടിയെന്ന് അറിയോ? എനിക്ക് A+ ഉണ്ടായിരുന്നു സുരഭിക്ക്. ഹിന്ദിക്ക് കിട്ടിയ പ്രൈസ് ആണത്. നല്ല ചെയ്യായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ചൊരു പുറകോട്ട് ചെയ്യാനായിട്ട് ഒരു മടി, എന്തോ ഒക്കത്തിനൊരു സ്ലോവാണ്. ഒന്നും ചെയ്യാനായിട്ട് കുട്ടിക്ക് ഒരു പാട്ട് തുടക്കത്തിന് നല്ല ഇതില് പാടും, ലാസ്റ്റ് എത്തുമ്പോഴേക്ക് പിന്നെ കുട്ടിക്ക് എന്തോ ഒരു മയക്കം പോലെ. പിന്നെ ഭക്തിഗാനത്തിനോട് നല്ല താല്പര്യമാണ്. നല്ല പാടും, നന്നായിട്ട് പാടും. ചാറ്റാനിക്കരെ പോയി അവിടെ പാടിയിട്ടുണ്ട്, നാലമ്പലം പോയി അവിടെ പാടിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ഗാനം സുരഭിക്ക് പാടാൻ കൂടുതൽ ഇഷ്ടം? ഭക്തിഗാനാണോ അത് സിനിമ പാട്ട്? രണ്ടും, എല്ലാവരും ലളിതഗാനും എല്ലാവരും നാടൻ പാട്ടും ഒക്കെ ഒരേ ഒരു ഇതില് പോവുക. എല്ലാം താല്പര്യമാണ്, എല്ലാം അങ്ങനെ. അതേപോലെ ഭക്തിഗാനാണ്. അമ്പലത്തിലൊക്കെ പോകുമ്പോ ഭക്തിഗാനം നല്ല പാടും. നാലമ്പലം തൊഴാൻ പോയപ്പോ അവിടുന്ന് രാമന്റെ പാട്ട് പാടിയിരുന്നു, ദുർഗ പാടിയ പാട്ട്. ശ്രീരാമ ഹേ രാമ പോരാമരികൾ ദുഃഖങ്ങൾ കണ്ടുപോയി തീർക്കുന്നു എന്നുള്ളിൽ തൃപ്പാദം വന്നു ഹൃദയ ദുഃഖങ്ങൾ വിടറിഞ്ഞ കൈവരുമേ കൈവല്യം. തൃപ്പാദം വന്നു ആശിപ്പു ഹൃദയ ദുഃഖങ്ങൾ വിടറിഞ്ഞ കൈവരുമേ കൈവല്യം. കൗസല്യാനന്ദനെ കൈകൊള്ളൂ ഈ മോഹം, കൈകൂപ്പും ഞങ്ങളെ കാത്തിടനേ ഈ നേരം. കൗസല്യാനന്ദനെ കൈകൊള്ളൂ ഈ മോഹം, കൈകൂപ്പും ഞങ്ങളെ കാത്തിടനേ ഈ നേരം. ഞങ്ങള് നാലമ്പലം തൊഴാൻ പോയിരുന്നു. ഒരു 4-5 വർഷമായിപ്പോ. അന്ന് അവിടെ നോക്കൂ പാടണം പറഞ്ഞു, അങ്ങനെ പാടിയതാ. അങ്ങനെ പാടി പാട്ട് പാടി.
ഇത് ഇവിടുന്ന് ടിവിന്ന് കേട്ട് പഠിച്ചതാ. ടിവിയിൽ പാടുമ്പോ കേട്ട് പഠിച്ചതാ. തന്നെ കേട്ട് പഠിക്കും. ഓ തന്നെ കേട്ട് പഠിക്കും. 1-2 പ്രാവശ്യം കേട്ടാ മതി. കേൾക്കുമ്പോ ശ്രദ്ധിച്ച് കേൾക്കും. എന്നിട്ട് അങ്ങനെ പാടും. പിന്നെ ഓള് പാടിക്കോളും. പിന്നെ അങ്ങനെ സ്വയം പാടി 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 തെറ്റുള്ളത് പറഞ്ഞു കൊടുക്കും. അറിയാത്തതൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അങ്ങനെ പാടി പഠിക്കും. ലളിതഗാനം നന്നായിട്ട് പാടും. ഓ ലളിതഗാനം പാടും. ലളിതഗാനത്തിനല്ലേ ഫസ്റ്റ് പ്രൈസ്? അച്ചൂര് സ്കൂളിൽ നാടൻ പാട്ട് പാടും, ലളിതഗാനവും ഭക്തിഗാനവും സിനിമാ പാട്ട്, എല്ലാ പാട്ടും പാട്ട് നല്ലതായിട്ട് പാടും. ഇതാണ് എല്ലാ പാട്ടും പാടും. ഓ ഞങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ടുള്ളൊരു ഇതില്ലാത്തോണ്ട്, അല്ലെങ്കിൽ നല്ല പാട്ടിന് നല്ലതിന് ആവിയായിരുന്നു. ഓളെ ചികിത്സയും അപ്പൊ അമ്മേന്റെ അസുഖവും എനിക്കും അസുഖമായി, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോ അത് കാരണം ഓളെ അങ്ങോട്ട് ഒക്കെ പഠിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. മരുന്നിന് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ഒരു മാസത്തിന് 4000 രൂപയുടെ ഒക്കെ അടുത്ത് മരുന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു സംഘടന ഞങ്ങൾക്ക് താൽക്കാലികമായിട്ട് ഒരു സഹായം ചെയ്തു തരുന്നുണ്ട്. എന്നാലും കുറഞ്ഞത് അവർ വാങ്ങി തരുന്നുണ്ട്. ബാക്കി ഞങ്ങൾ കയ്യിൽ നിന്ന് കാശെടുത്ത് മേടിക്കാം. ഇപ്പൊ 2 പ്രാവശ്യമായിട്ട് അവര് കൊണ്ടുപോയി. 2 മാസമായിട്ട് സംഘടനക്കാര് ക്ലബിന്റെ കീഴിൽ 2 പ്രാവശ്യമായിട്ട് കൽപ്പറ്റ കൊണ്ടുപോയി. ഇനിയിപ്പോ കോഴിക്കോട് കൊണ്ടുപോകണം, കണ്ണാശുപത്രിയിൽ കൊണ്ടുപോകണം. അതിപ്പോ ഞങ്ങൾ തന്നെ കൊണ്ടുപോകണം. അവരോട് പറഞ്ഞിട്ടില്ല, എല്ലാത്തിനും അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. മരുന്ന് കാണിച്ച മരുന്ന് അവര് വാങ്ങിത്തരും. കണ്ണിന്റെ മരുന്ന് അവര് വാങ്ങിച്ചു. പിന്നെ മെഡിക്കൽ കോളേജിലത്തെ ഒരു ന്യൂറോളജിന്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. അത് ഞങ്ങൾ വാങ്ങണം. ഇത് നല്ല വിലയാണ്, നല്ല വില കൊടുക്കണം. ഒരു മാസത്തേക്ക് 1600-1700 ആ 2 ഗുളികയ്ക്ക് വാങ്ങും. ഓ 4ന്റെ ഒക്കെ മേലെ പോകും. കണ്ണിന്റെ മരുന്നിന് തന്നെ 1100 ചില്ലറ 2 മരുന്നാണ് കണ്ണിന് വയ്ക്കുന്നത്. കണ്ണിന് കാഴ്ച പ്രഷർ കയറി കാഴ്ച കുറഞ്ഞു. ഇവിടെ പഠിത്തമൊക്കെ എങ്ങനെയായിരുന്നു? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? +2 വരെ പഠിച്ചിട്ടുണ്ട്. പഠിത്തം 1ാം ക്ലാസ് തൊട്ട് എവിടെയാ? 1ാം ക്ലാസ് 2ാം ക്ലാസ്സും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ, പിന്നെ 4ഉം 5ഉം പൊഴുതന LP സ്കൂളിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ 5 തൊട്ടിട്ട് +2 വരെ അച്ചൂര് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അതൊക്കെ ആണെങ്കിൽ ആര് വന്നാലും ഭയങ്കര സ്വീകരണമാണ്. ഇരിക്കുക, എന്താ പേര്, എല്ലാവരും മാമ ഏട്ടാന്നേ വിളിക്കുള്ളൂ. പേര് പറഞ്ഞാലും അങ്ങനെ വിളിക്കുള്ളൂ. നല്ല സ്നേഹത്തിലായിരുന്നു. പിന്നെ അപ്പം എല്ലാ കുട്ടികളായിട്ടൊക്കെ നല്ല കമ്പനിയാ. അച്ചൂർ സ്കൂളിൽ കളിക്കാനും എല്ലാത്തിനും കൂട്ടത്തിലെല്ലാത്തിനും പോവുമായിരുന്നു. ഓ ഇവിടെ സ്കൂളിൽ തന്നെ ആദ്യം ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറാവുമ്പോൾ ക്രിക്കറ്റ് കളിപ്പിക്കും, എല്ലാ ഇതും ചെയ്യും. അപ്പോൾ നല്ല ഉത്സാഹമായിരുന്നു. ആ ടീച്ചർ പോയ പിന്നെ ഇവരെ അമ്മ മരിച്ചു. ആ അമ്മ മരിച്ചതാണ് മെയിനായിട്ട് ഒരു ഷോക്കേറ്റത്. അച്ചമ്മയാണ് മെയിനായിട്ട് അവൾക്കുള്ള കൊണ്ടടക്കൽ അച്ചമ്മയാണ്. അച്ചമ്മേനോടാണ് കൂടുതൽ സ്നേഹം. അച്ചമ്മയ്ക്കാണ് അവളോട് കൂടുതൽ സ്നേഹം. അപ്പോൾ അങ്ങനെ അച്ചമ്മ മരിച്ചതോടെ അവളൊരു ഷോക്ക് ആയി പോയി. അതാണ്. അതിന് ശേഷമാണ് ഇങ്ങനെ പുറകോട്ട് വന്നത്. ഞങ്ങൾ കുറേ മരുന്നൊക്കെ കൊടുത്തു. കോഴിക്കോട് ഇവിടെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. ഇപ്പോഴും മരുന്ന് കഴിക്കുന്നുണ്ട്. ചാലപ്പുറം വാസുദേവൻ നമ്പൂരി ഡോക്ടർ മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ കണ്ണിന് കോംട്രസ്റ്റിൽ കാണിക്കുന്നുണ്ട്, ന്യൂറോളജി കോഴിക്കോട് കാണിക്കുന്നുണ്ട്. അങ്ങനെ 3 വിധത്തിലുള്ള മരുന്നുകളാണ്. അതാണ്. പോട്ടെ ഞങ്ങള്. ടാറ്റ ഉണ്ടോ? താങ്ക് യു. ഒരു മറയത്ത് ചെറുമണികൾ വിതറിയിടും കുളിരാൻ കരിയടകണ കാറ്റത്ത് നടവഴിയുടെയോരത്ത് മുളയരിയിൽ തെളിമയിലും നിൻകാലടി കണ്ടേ വാവലുകൾ തേനിന പായും മലർവാഴത്തോപ്പും കേറി അലനെല്ലൂർ മലയിൽ കൊണ്ടുപോവാ പൊന്നേ വന്നോള നീ ചായും കൂട്ടിൽ വന്നോള നിന്നോള നിന്മാറിൻ ചാരി